അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട്. ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. കണ്ടോ ഈ സ്നോയുടെ നടുക്ക് ഈ ടെൻറ്റിനകത്ത് നമ്മളെ കിടന്ന്. അയ്യോ തണുത്ത് മരവിച്ചിരിക്കുമോ മൊത്തം. ഞാൻ കുറച്ച് നേരത്തെ എനിക്ക് ടോയ്ലറ്റിലൊക്കെ പോയി. അപ്പം നമ്മളതേ മുകളിലേക്ക് പോയ ആൾക്കാർ തിരിച്ചു വരുവാണ്. കാണിച്ചു തരാം. 2 പേര് വന്ന ഓൾറെഡി, ഒരാൾ വരുന്നുണ്ട്. അതുകൊണ്ട് പീക്കിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയായിരുന്നു അവിടെ അതിൻ്റെ പക്കത്ത്. എന്ത് വീണപ്പോ പിടിച്ചതോ? ഇത് ഞാൻ അവിടെ ചുമ്മാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പിന്നാലെ വന്നു. എവിടെ പോയാലും അതിന് മുകളിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടോ? ഇത് സ്കേറ്റ് അല്ല, ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. ട്രയാങ്കിൾ പോലെ അവിടെ കണ്ട മുകളിലാണ് ഫ്രണ്ട്ഷിപ്പ്. അതിന്റെ മുകളിലെ ഒരു സംഭവം. ഒരാളവിടെ എത്തി. 3 പേര് വരുന്നു. അതാണോ പ്രീതമാണോ വരുന്നത്? എക്സ്പീരിയൻസ് എല്ലാം പറയാനുണ്ടോ? നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു കാര്യം, നമ്മൾ ഈ സ്നോ ഷൂട്ട് ആക്ച്വലി ഒരു കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെടുത്ത് വെക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഭഗീരഥ പ്രയത്നമാണ്. അതർവൈസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് വലിയ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു ഗ്രൂപ്പായിട്ട് വേറെ ഫ്രണ്ടിലുണ്ടായിരുന്നുകൊണ്ട് അവർ സ്ലോ ആയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പീഡിൽ ഹൈക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇറ്റ് വാസ് ഓക്കെ, ബട്ട് സ്റ്റിൽ വി നീഡഡ് ബ്രേക്ക് എവറി 5 to 10 steps. അപ്പോൾ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ കപ്പാസിറ്റി. എന്തായാലും ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമില്ലേ? ഫസ്റ്റ് ടൈം സമ്മിറ്റ് അല്ലേ? അതെ അതെ. സമ്മിറ്റ് വരെ പോയില്ലെങ്കിൽ ആ കോൾ എന്ന് പറഞ്ഞ ഷോൾഡറിൽ പോയി എന്ന് പറഞ്ഞാൽ ഹാഫ് ഓൾട്ടിറ്റ്യൂഡ് കവർ ചെയ്തു. ഇവിടുന്ന് 1.2 kilometers ആണ് ഓൾട്ടിറ്റ്യൂഡ് വൈസ്. 600 സംതിങ് കവർ ചെയ്തു. എന്തായാലും അടിപൊളി. നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ ജോസിനെല്ലാം പറയണ്ടോ? ഫസ്റ്റ് ടൈം സമ്മിറ്റ് അടിപൊളി എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത് ആദ്യത്തെ തവണയായിട്ട് കുറേ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ശൈലേന്ദ്ര പറഞ്ഞ പോലെ ഷൂസ് വെയിറ്റ് ഉണ്ട്, അതിട്ടൊന്ന് നടക്കാൻ പാടായിരുന്നു. പിന്നെ നല്ല സ്റ്റീപ്പാണ്, കുറച്ച് റിസ്ക് ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം തെന്നി താഴോട്ട് വീഴാൻ പോയപ്പോൾ ആൾക്കാർ പിടിച്ച് നിർത്തി. അങ്ങനെ റിസ്ക് ഉണ്ട്. രാത്രി ആയതുകൊണ്ട് നമ്മൾ കാണത്തില്ല, രാവിലെയാണ് നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കൺഗ്രാജുലേഷൻസ്. നമ്മുടെ 2 ആൾക്കാരും കൂടെ വരുന്നുണ്ട്. അവരിങ്ങനെ കാഴ്ച കണ്ടു, അതൊക്കെ അവർ കണ്ട്. അല്ല, അവിടെ സമ്മിറ്റ് വരെ പോകണമെന്നുള്ള ആ ഒരു എക്സ്പെക്ടേഷനിൽ നടന്നില്ല എന്നുള്ളതിലൊരു നമ്മുടെ ബോസ് തന്നെ ഉണ്ട്. 5:55 6 മണിയാന്ന്. നമ്മുടെ ലാസ്റ്റ് 2 ആൾക്കാരും കൂടെ എത്തിയിട്ടുണ്ട്. അതല്ല, നമ്മള് 3 പേർക്കും എങ്ങനെയുണ്ടായിരുന്നു വിജേഷ്? എങ്ങനെയുണ്ടായിരുന്നു? 2 പേരുടെ ഇന്റർവ്യൂ കഴിഞ്ഞു. വളരെ നന്നായിരുന്നു. എക്സ്പീരിയൻസ് ആണ്. സ്നോയിൽ ഇതുവരെ ഫസ്റ്റ് ടൈം അല്ലേ സ്നോയില് നടക്കാനുള്ള ചില പോയിന്റിലൊക്കെ ഫസ്റ്റ് ടൈം ആണ്. സ്നോ. പിന്നെ കുറെ കാലത്തിന് ശേഷം ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതെല്ലാം കൂടി ഒരു മിക്സ് ആൻഡ് മാച്ച്. പക്ഷെ ഞാൻ ആദ്യം കോൺഫിഡന്റ് ആയിരുന്നു പറ്റുമെന്ന്. പക്ഷെ It depends on, you see, summit is not important, right? I always tell clients or people, summit is not important. You enjoy the mountains and ആരോഗ്യമുള്ളവരെ നടന്നിട്ട് കയറാൻ നോക്കുക, ആരോഗ്യമില്ലാത്തവരെ വണ്ടിയിൽ പോവുക കാണാൻ. ഇപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുണ്ട്, ആരോഗ്യം വെച്ച് യൂസ് ചെയ്യാം. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് an out of comfort zone experience, അല്ലേ?
അത് ഇതിൽ ഹെൽപ്പ് യു ഇൻ യുവർ ഡെയിലി ലൈഫ് തിരിച്ചു പോകുമ്പോൾ. എനിക്ക് ഫീൽ ചെയ്തത് എന്റെ ബോഡി ഇത് വെച്ചിട്ട് ഫീൽ ചെയ്തത് ഐ ക്യാൻ ഡു ബെറ്റർ ഇഫ് ഇറ്റ് വാസ് എ നോൺ സ്നോയി പീക്ക് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. തണുപ്പ് വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഹെവി ഈ സാധനങ്ങളെല്ലാം കൊടുത്ത് ഈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് ഹൈക്ക് ചെയ്യാന്നുള്ളത്. എനിക്ക് ആക്ച്വലി അതന്നെ, എനിക്ക് ഷൂസ് ഇട്ടിട്ട് കയറാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഷൂസിന്റെ വെയിറ്റും ആ ഒരു ഇത് താങ്ങുമെന്നുള്ളൊരു എനിക്ക് ഇതുവരെ ഒരു കൺഗ്രാജുലേഷൻസ്. ഗുഡ് എക്സ്പീരിയൻസ്. ഈ ലേഡി പോയെന്നുള്ള ഇത് ലേഡിയല്ലേ, ലേഡിയല്ലേ അവർ വിളിച്ചു. അവരും ഉണ്ടായിരുന്നു വഴിയിൽ. എനിക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. എനിക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് അത്രയും കയറാൻ പറ്റില്ല. വിജയ് is now an experienced high altitude trekker ആണ്. Sotopanta, Animal Pass, then Unam Summit here, Friendship Peak, Cole. നിങ്ങളാണോ ജോസാണോ ദുശകുനം എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാനുള്ളൂ. നിങ്ങൾ രണ്ടെണ്ണം കയറാൻ പറ്റിയിട്ടില്ല, മറ്റു രണ്ടും പോയി. ഇത് ഞാൻ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. പീക്കിന്റെ ഷോൾഡർ ഉണ്ട്, ഷോൾഡർ വരെ പോയി അവർ. ഷോൾഡർ കഴിഞ്ഞ് പിന്നെ ഒരു 3-4 hours പോയാലാണ് ടോപ്പിലെത്തുക. അപ്പം എല്ലാവരും ഫസ്റ്റ് ടൈമാണ് സ്നോ ഷൂ ഒക്കെ ഇട്ട്. ഭയങ്കര ടഫാണ്. അവിടെ ചെറിയൊരു സണ്ണിന്റെ കളറ് കാണുന്നുണ്ട്. സണ്ണ് അവിടെ ചെറിയ റെഡ് കളറ്. ആ ലേഡി സമ്മിറ്റിന് പോയിട്ട് വന്നാന്ന് തോന്നുന്നു. അവിടെ നിൽക്കണം ഉണ്ടാവില്ല. ഞങ്ങൾ സമ്മിറ്റ് ക്യാമ്പിനോട് ബൈ പറഞ്ഞ് താഴേക്ക് പോകട്ടോ. അതുകൊണ്ട് ടെൻറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുതിര നിൽക്കുന്നുണ്ട് കൊണ്ടാൻ. ഓ, ഈ മൗണ്ടൻ നോക്കി, വലിയൊരു ക്യാനിയൻ പോലെ ഇല്ലേ ഇത്? ഈ മൗണ്ടനെ ക്യാനിയൻസ് പോലെ ഇല്ലേ? ഓ, അടിപൊളി വ്യൂ. താഴെ നമ്മുടെ ടെൻറ്റ് കണ്ടോ? നമ്മുടെ ടെൻറ്റ് എത്താറായി. താഴെ ബേസ് ക്യാമ്പ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞ് 1 മണി കഴിഞ്ഞു. ബീസ് കുണ്ടിലേക്ക് പോവാം. നമ്മുടെ ക്യാമ്പ് ദേ താഴെ, അവിടെ നിന്ന് ഇത്തിരി ദൂരമുള്ളൂ. വ്യൂ നോക്കി. ഓ, ഇവിടെ മുഴുവൻ ചെമ്മരിയാടാ മുഖത്ത്. നമ്മുടെ ടീം പോണം. നമ്മുടെ ടീം ഞാൻ അങ്ങോട്ട് ഇറങ്ങാനില്ല. സ്ഥലം എന്നിട്ട് ഇത് കൂടിയാണോ ഇറങ്ങാൻ? ഓ, ആ താഴെ കാണുന്നു. ഇതൊക്കെ ഗ്ലേഷ്യൽ ഫീഡാണ്. ഓക്കെ, ഇതൊക്കെ കാണുന്ന ഗ്ലേഷ്യറുള്ളതായിരുന്നു. ഇവിടെയാണ് വ്യാസ് മഹർഷി ഇരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് വ്യാസ് കുണ്ട് എത്തിയിട്ടുണ്ട്. താഴെ ഒരു പച്ച കളറിലേക്ക് കാണുന്നുണ്ടോ ചെറുത്? ഇതാണ് ബീസ് കുണ്ട്. 2 കുഞ്ഞിപ്പൂ. ഉണ്ടമ്മേ, ഒടുക്കത്തെ വ്യൂ കേട്ടോ. ചെറുതാണോ? കുറച്ചുകൂടി ആക്സസിബിൾ അല്ല. ആക്സസിബിലിറ്റി കൂടുതലാണ്. വലിയ ലേക്ക് അത്. ഇപ്പൊ എന്താ വറ്റി പോയോ? ഇങ്ങനെ ആണോ? ഗ്ലേഷ്യൽ ഫീഡാണ്. ഓക്കെ, നമ്മള് ദൂരെ നോക്കുന്നോണ്ടാണോ ഇങ്ങനെ ചെറുതുമല്ല?
ഇവിടെ വ്യാസമഹർഷി തപസ്സിരുന്നെന്ന് പറയുന്ന സ്ഥലമാണ്. അയ്യോ, ഇവിടെ കുറേ വെള്ളപ്പൂക്കളുണ്ട്. പൂക്കളായി കുഞ്ഞിപ്പ ഇവിടെ ഒക്കെ കുറേ ഉണ്ട്. ഇതടുത്താ ക്യാമ്പിൻ്റെ, പക്ഷെ കയറിയിട്ട് നല്ല ക്ഷീണം. ഇതെങ്കിലും കാണാമെന്ന് വിചാരിച്ചിറങ്ങി. എന്താ ഇതുപോലെ പാറയുടെ ഇടയിൽ കൂടെ ചാടി ചാടിയാന്ന് പാടാ നടക്കാൻ. നമ്മൾ തിരിച്ചു പോവുകയാണ്. വ്യാസ്കുണ്ട് കണ്ട് ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ ഇച്ചിരി ചടങ്ങാ. അത് കണ്ട ഇതിലെ കൂടെ ഒക്കെ ഇറങ്ങണ്ട. ഞാൻ ഒരു കണക്കിനാ കയറിയത്. ഇനി ഇറങ്ങുന്ന എങ്ങനെയാന്നുള്ള നോക്കട്ടെ. 7:45 മണിയായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടക്കാൻ നിൽക്കും. അമ്പിളിയമ്മാനെ കണ്ടു. നാളെ രാവിലെ നമ്മൾ താഴേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ടെൻറ്റ് കയറാൻ അമ്പിളിയമ്മാൻ്റെ വാങ്ങി ഇടയ്ക്ക് വരും തിരിച്ച്. ഇടയ്ക്ക് മേഘത്തിൻ്റെ ഇടയിൽ പോകും. പോയി